ബൈപ്പാസിൽ നിന്ന് നഗരത്തിലേക്കുള്ള പ്രവേശന കവാടമായ ചാക്കയിൽ വെള്ളക്കെട്ട് തുടർക്കഥയാണ്. ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന അവസ്ഥയാണ്. മഴ പെയ്താൽ റോഡിന്റെ ഇരുവശത്തും മുട്ടിനൊപ്പം ഉയരത്തിലാണ് വെള്ളം പൊങ്ങുന്നത്. വെള്ളം പൊങ്ങിയാൽ ബൈപ്പാസിൽ ഉൾപ്പെടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. വർഷങ്ങളായി തുടരുന്ന ദുരിതത്തിന് അറുതി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം. ഈ സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് സംഭവിക്കുന്നത്. തിരുവനന്തപുരത്ത് അതിശക്തമായ മഴയിൽ പല വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യം, വാഹനങ്ങൾ ഈ റോഡുകളടക്കം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മഴയ്ക്ക് ഒരു ചെറിയ ശമനമുണ്ടെങ്കിലും ആശങ്കയുണ്ട്. ഞാൻ ഇപ്പോഴുള്ളത് കഴക്കൂട്ടം കുളത്തൂർ ഭാഗത്തുള്ള ചിത്രനഗർ റെസിഡൻഷ്യൽ ഏരിയയിലാണ്. അതൊരു 15ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇന്നലെ പെയ്ത മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മതിലുകൾ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം, ഏതാണ്ട് ഈ ഭാഗത്തുണ്ടായിരുന്ന മതിൽ പൂർണ്ണമായി തകർന്ന് മറുവശത്തേക്ക് വീണ ഒരു സാഹചര്യം. മാത്രമല്ല ഈ മതിൽ വീണിരിക്കുന്നത് ഒരു വീടിൻ്റെ ഗേറ്റിന് മുന്നിലേക്കാണ്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാം ഈ ചവറടക്കം വന്ന് അടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഈ കഴക്കൂട്ടം ഭാഗത്തുള്ള ബൈപ്പാസ് ഇതിന് തൊട്ട് ചേർന്നാണ് ഈ ഒരു ബൈപ്പാസ്. മാത്രമല്ല സർവീസ് റോഡ്, ഇതിന് താഴെ തന്നെ സർവീസ് റോഡുമുണ്ട്. ഇവിടെ ഓടയുണ്ട്. ഈ ഓടയുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്നാണ് ഈ ഒരു മഴയിൽ ഈ ഒരു പ്രദേശം മുങ്ങാൻ കാരണം എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കാരണം ആ റോഡിൽ നിന്നുള്ള വെള്ളം കൂടി ഈ ഓടയിലേക്ക് വീഴുകയും ഈ ഓടയിലെ വെള്ളം നിറഞ്ഞു കവിഞ്ഞാണ് ഈ ഒരു മഴയത്ത് ഇത്തരത്തിൽ ഈ ഭാഗത്ത് ഈ ദൃശ്യങ്ങളിൽ കടന്ന് ഈ ഒരു ഭാഗം മുഴുവൻ ഓടവെള്ളം നിറഞ്ഞത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ വെള്ളം ചെറുതായി ഒന്ന് വറ്റിയിട്ടുണ്ട്, വലിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഈ മഴ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചെറിയൊരു ആശ്വാസമായി വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഒരു മഴ പെയ്താൽ പഴയ രീതിയിലേക്ക് തന്നെ വെള്ളം തിരിച്ചു കയറും എന്നൊരു ആശങ്കയും ഈ നാട്ടുകാർക്കുണ്ട്. ഏതാണ്ട് 15ഓളം കുടുംബമാണ് ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നത്. പല വീടുകളും ഇത്തരത്തിൽ വെള്ളത്തിനടിയിലാണ്. ഈ ഒരു പാതയിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓടവെള്ളം കെട്ടി വലിയ ദുർഗന്ധമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ആളുകൾ ചെറിയ കല്ലൊക്കെ ഇട്ടാണ് ഇതുവഴി നടക്കുന്നത്. വീണ്ടും ഈ വൈകുന്നേരത്തോടു കൂടി മഴ ശക്തമാവുകയാണെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ ഒരാൾ താമസിച്ചിരുന്ന വീടായിരുന്നു. ഈ വീട് ഇന്നലത്തെ മഴയിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഭിത്തി അടക്കം ഇളകി വീണ് ഒരു സാഹചര്യം. നമുക്കറിയാം ഒന്നും തന്നെ ബാക്കിയില്ല. ഈ വീട്ടിൽ ആൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് മാറിയത്. രാത്രി 1:30 ഇത്തരത്തിൽ വീടിടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വീട് എപ്പോഴായിരുന്നു സംഭവം? ഈ വീട് എപ്പോഴാണ് ഇടിഞ്ഞത്? ഒരു 12 നല്ല മഴയുണ്ടായിരുന്നു. ഏകദേശം ഒരു 1 മണി അടുപ്പിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മാറി. വെള്ളം കയറിക്കൊണ്ടിരുന്നപ്പോൾ 1 മണിക്ക് ശേഷമാണ് ഈ വീട് ഇടിഞ്ഞ് വീഴുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഏതാണ്ട് ഈ ഒരു ലെവൽ വരെ ഇവിടെ വെള്ളമുണ്ടായിരുന്നു. വെള്ളം ഉണങ്ങിയതിൻ്റെ പാട് നമുക്ക് കാണാം. ഇതിനുശേഷം ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ചെളിയും മണ്ണും കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ വെള്ളം കയറിയത് ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെളിയിറങ്ങാൻ നിവർത്തിയില്ല, വീടിനകത്ത് കയറാൻ നിവർത്തിയില്ല. ഇപ്പം വെള്ളം അത്രയും വെളിയിൽ ഇറക്കിയിട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കിണറിൻ്റെ അവിടെ എല്ലാം വെള്ളം ഇടിഞ്ഞ് താന്നു. കിണറൊക്കെ ഇങ്ങനെ താന്നോട് വെള്ളം അത്രയും കണ്ടിൽ വെള്ളം കുടിക്കാൻ വയ്യാതെ ആയിരിക്കുകയാണ്. വെള്ളമല്ല, ഈ വെള്ളമൊന്നും പോകുന്നതൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഈ ഇപ്പുറത്തുള്ളവർ ഒത്തിരി സഹിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെയുള്ള 2 വേർതിരിച്ചാണ് ഇവിടെ ഇട്ടേക്കുന്നത്. വീട്ടിനകം കംപ്ലീറ്റ് ചെളിയും വെള്ളമായിട്ട് കിടക്കണ്. പിന്നെ അതിനകത്ത് അടുക്കളയ്ക്കകത്തൊന്നും കയറാൻ വയ്യാത്ത രീതിയിൽ കിടക്കണ്. എന്തായാലും പ്രായമായവരടക്കം വലിയ രീതിയിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ ഓടയുടെ അശാസ്ത്രീയമായ നിർമ്മാണം, നമുക്കറിയാം ഈ കഴക്കൂട്ടം കുളത്തൂർ ഭാഗം എന്ന് പറയുന്നത് ഇൻഫോസിസ് അടക്കം UST ഗ്ലോബൽ അടക്കം ടെക്നോ പാർക്ക് അടക്കം പ്രവർത്തിക്കുന്ന ഒരു ഹൈടെക് സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്താണ് ഈ കുടുംബങ്ങൾക്ക് ഈ ഒരു ദുരവസ്ഥ എന്നുള്ളതാണ് കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമ്പോൾ കൂടുതൽ വെള്ളം കയറുമോ എന്നൊരു ഭയത്തിലാണ് ഈ നാട്ടുകാരുള്ളത്. ഈ ഒരു ചെറിയ മഴയിൽ, ഇന്നലത്തെ ഒരു മഴയിൽ ഇങ്ങനെ, അപ്പോൾ ഇനി വരാൻ കിടക്കുന്ന മഴയിൽ നമ്മൾ ഇനി എവിടെ പോകും? ഈ ഒരു സാഹചര്യത്തിൽ മഴ കനക്കുന്നതോടുകൂടി ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം തന്നെ വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അഷിൻ ഡിയാഗോയുടെ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ? ഇത്രയും ഒരു കുഞ്ഞു മഴ പെയ്തപ്പോൾ ഇങ്ങനെയാണ്. തോനെ മഴ പെയ്താൽ എന്ത് ചെയ്യുമെന്ന് അവർ ചോദിക്കുമ്പോൾ ആ തോനെ മഴ വരാൻ പോകുന്നതേ ഉള്ളൂ തിരുവനന്തപുരത്ത്. അപ്പോൾ